വാട്സപ്പിൽ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട 3 ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കും, ചില ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അറിയാത്തതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് കൂടി നമ്മുടെ ഈ വാട്സപ്പിൻ്റെ ടിപ്സുകളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, വാട്സപ്പ് പരമായുള്ള എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ ഈ ചാനലിലൂടെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ചാനൽ കൂടി നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വാട്സപ്പിൽ 3 കിഡിലൻ ടിപ്സുകൾ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമുക്കറിയാൻ സാധിക്കും, നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു ഇമേജോട് കൂടി നമുക്ക് ഒരു ഫോട്ടോയോട് കൂടി നമുക്ക് ഒരു ടെക്സ്റ്റ് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ടെക്സ്റ്റുകൾ നമ്മൾ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് ഫോട്ടോ മാത്രമേ ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ ഫോട്ടോ വിത്ത് ടെക്സ്റ്റ് ഞാൻ ഇതുപോലെ കോപ്പി ചെയ്ത് ഇതുപോലെ സെലക്ട് ചെയ്ത് ഇവിടെ ഈ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാൻ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഇതുപോലെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു ഫോട്ടോ മാത്രമാണ് കിട്ടുക, അതിനകത്തുള്ള ടെക്സ്റ്റ് ലഭിക്കില്ല. പല സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്, നമുക്ക് ഈ ടെക്സ്റ്റ് വിത്ത് ഫോട്ടോ എങ്ങനെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാമെന്ന്. മാത്രമല്ല, നമുക്ക് അത്തരത്തിലുള്ള ആ ഒരു ഫോട്ടോയുടെ കൂടെയുള്ള ആ ടെക്സ്റ്റ് നമുക്ക് കോപ്പി ചെയ്യാനും സാധിക്കില്ല. നമുക്ക് കാണാൻ സാധിക്കും, ഞാനത് ലോങ് പ്രസ് ചെയ്തപ്പോൾ ഇത് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. ഷെയർ ചെയ്ത് കൊടുത്താലൊക്കെ ഫോട്ടോ മാത്രമേ ഷെയർ ആവുള്ളൂ. അപ്പോൾ അതെങ്ങനെ സാധിക്കുമെന്നാണ് നമ്മൾ ഒന്നാമതായി പരിശോധിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത്, നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഇതുപോലെ ഫോട്ടോക്കൊപ്പം വന്നിരിക്കുന്ന ഈ ടെക്സ്റ്റ് കോപ്പി ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ആദ്യം ആ ഫോട്ടോ എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് കാണാൻ സാധിക്കും, നമ്മുടെ ആ ഫോട്ടോ ഇതുപോലെ ഓപ്പൺ ആയി വരും. അതിനുശേഷം നമ്മൾ ആ ഫോട്ടോയിൽ ഒന്ന് ഒരു തവണ കൂടി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും, നമ്മളുടെ ആ ടെക്സ്റ്റ് ഇവിടെ താഴെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഇവിടെ റീഡ് മോർ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് പൂർണ്ണമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് ആ ഫോട്ടോയോട് കൂടിയുള്ള ടെക്സ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി ആ ടെക്സ്റ്റ് ഒന്ന് ലോങ് പ്രസ് പിടിച്ച് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും മെസ്സേജ് കോപ്പിയിടെന്ന്. അതായത് നമ്മുടെ ആ മെസ്സേജ് കോപ്പിയായി. അപ്പോൾ ഇനി വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫോട്ടോയോടൊപ്പമുള്ള ടെക്സ്റ്റ് കോപ്പി ചെയ്യാൻ സാധിക്കും. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോട്ടോ മറ്റൊരിടത്ത് കൊണ്ടുപോയി അവിടേക്ക് ഈ ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇനി അതല്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇത് കോപ്പി ഒന്നും ചെയ്യേണ്ട, ഇതുപോലെ ഫോട്ടോയുടെ കൂടെ ടെക്സ്റ്റ് കൂടി ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ വിത്ത് ടെക്സ്റ്റ് ഇതുപോലെ ലോങ് പ്രസ് പിടിക്കുക. സാധാരണ നമ്മൾ ഷെയർ ചെയ്യുന്ന ഈ ഷെയർ ബട്ടൺ അല്ല നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. പകരം ഇവിടെ ഈ 2 കൊക്കയിൽ കാണുന്ന ഈ ഷെയർ ബട്ടൺ ഉണ്ടല്ലോ, അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ വാട്സപ്പും ഫേസ്ബുക്കൊക്കെ ഓപ്പൺ ആയി വരും. നിങ്ങൾ വാട്സപ്പ് സെലക്ട് ചെയ്യുക. വാട്സപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ആർക്കാണോ അയച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു നമ്പർ ഇതുപോലെ സെലക്ട് ചെയ്യുക. ഇതിന് ശേഷം നിങ്ങൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ടെക്സ്റ്റ് വിത്ത് ഫോട്ടോ അതുപോലെ തന്നെ ഷെയർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യമാണ് നമ്മൾ ഒന്നാമതായി പരിശോധിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മളെല്ലാവരും വാട്സപ്പിൽ സ്റ്റോറീസുകൾ ഇടുന്നവരാണ്. വാട്സപ്പിലെ സ്റ്റാറ്റസ് സ്റ്റോറീസുകൾ ഇടാറുണ്ട്. അപ്പോൾ ഈ വാട്സപ്പിലെ സ്റ്റാറ്റസുകൾ ഇനി മുതൽ നമുക്ക് ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. നേരത്തെ തന്നെ ഈ ഫീച്ചർ വന്നിട്ടുണ്ട്, പക്ഷെ പല ആളുകളും ഉപയോഗിക്കാറില്ല, പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ നമ്മൾ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിലേക്ക് ഇട്ട ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ നമുക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വലതുഭാഗത്ത് കാണുന്ന 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ആ സ്റ്റോറിക്ക് തൊട്ടടുത്തായിട്ട് കാണുന്ന ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. വീണ്ടും ആ 3 ഡോട്ട്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഷെയർ ടു ഫേസ്ബുക്ക് എന്നൊരു ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ ഫേസ്ബുക്കിലോട്ട് നേരെ ഇവിടെ ഷെയർ നൗ എന്നുള്ള, അതായത് ഫേസ്ബുക്കിൻ്റെ സ്റ്റോറിയിലേക്ക് നേരെ ഇവിടെ നമുക്ക് ഷെയർ നൗ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോ ഫേസ്ബുക്കിൻ്റെ സ്റ്റോറിയിലേക്ക് ഡയറക്റ്റ് ഇവിടെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതായത് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇട്ടിരിക്കുന്ന വീഡിയോ ഫോട്ടോസ് നിങ്ങളുടെ ഫേസ്ബുക്ക് സ്റ്റോറിയിലേക്ക് ഡയറക്റ്റ് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാതെ തന്നെ വാട്സപ്പിൽ ഇരുന്നു കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതാണ് രണ്ടാമത്തെ ടിപ്സ്. മൂന്നാമത്തെ ടിപ്സ് നമ്മൾ പരിശോധിക്കുന്നത്, നമ്മുടെ വാട്സപ്പിൽ നമ്മൾ എന്തെങ്കിലും ഒരു മെസ്സേജ് ഒരാൾക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാനിപ്പോൾ ഒരു മൊബൈലിലേക്ക് ഒരു വീഡിയോ അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ വീഡിയോസുകളൊക്കെ നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ വീഡിയോസ് അയച്ചു കൊടുക്കുമ്പോൾ നമ്മളെടുത്ത വീഡിയോക്കകത്തുള്ള ആ ഒരു സൗണ്ട് നമുക്ക് ഓഫ് ചെയ്ത് അയക്കണമെങ്കിൽ, നേരത്തെ വാട്സപ്പിൽ അയക്കണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിനകത്ത് നമ്മൾ വീഡിയോ സെലക്ട് ചെയ്തുകൊണ്ട് ആ വീഡിയോയുടെ സൗണ്ട് ഓഫ് ചെയ്തതിന് ശേഷം എഡിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ അത്തരത്തിൽ അയച്ചു കൊടുക്കേണ്ട വീഡിയോ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക് സൗണ്ട് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ. നേരത്തെ വാട്സപ്പിൽ ഈ ഒരു സൗകര്യമില്ലായിരുന്നു. നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ ഉപയോഗിച്ചുകൊണ്ട് അത് സൗണ്ട് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് വാട്സപ്പിലൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ വാട്സപ്പിൽ തന്നെ നമുക്ക് അതിനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഈ സൗണ്ട് ഭാഗത്ത്, ഈ ഒരു സ്പീക്കർ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അതിൻ്റെ സൗണ്ട്
മ്യൂട്ടാണ്, നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ട് കേൾക്കാൻ സാധിക്കില്ല, വീഡിയോ പ്ലേ ആകുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇവിടെ നിന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് മൂന്നാമത്തെ ടിപ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിച്ച് വാട്സപ്പിൻ്റെ 3 ടിപ്സുകളാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ടിപ്സുകളൊക്കെ നിങ്ങൾ നേരത്തെ അറിയുമായിരുന്നെങ്കിൽ അത് വീഡിയോക്കകത്ത് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.